കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടിപ്പൊളിഞ്ഞു. വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റ് തീർന്നു. കോളിയോടന്മാര് പൊളിഞ്ഞു പാളീസ. സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ. അതെന്റെ മോന്റെ പുണ്യം. പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ, അവൻ നല്ലവനാ. മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല. ചെയ്തത് അബദ്ധമായി പോയി എന്ന് നാളെ പരമേശ്വരന് തോന്നില്ല. ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കടലാസ് കെട്ടുകളാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്നു വീണവനൊന്നുമല്ല ഞാൻ. ആരുടെയോ കർമ്മഫലം കൊണ്ടോ ഇന്നീ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു. പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞു. നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എന്നെനിക്ക് ബോധ്യമായി. അത്രേ ഉള്ളൂ. ഈ പണവും തറവാടത്തും ഒക്കെ മറക്കാൻ കഴിയേണ്ട കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട്. അറിയാം, ശരിക്കറിയാം. പക്ഷെ അവനൊരു ജോലി ഉണ്ടാവുക, അതിൽ നിന്ന് 10 രൂപ അവൻ സമ്പാദിക്കുക, എന്നിട്ട് ഭാര്യയെ പോറ്റുക. എന്റേത് ഒരു പഴയ മനസ്സാ. അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസമുണ്ട്. ആകെയുള്ള വഴി ആ ഹോട്ടൽ തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് നേരെയാക്കിയെടുത്തൂടെ? അതുകൊണ്ടും കാര്യമില്ലല്ലോ. അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടൂക്കാരൻ കുഞ്ഞിപ്പാലുവിന്റെ കയ്യിലല്ലേ. പലിശയും പലിശയ്ക്ക് ചേർന്ന് എത്ര ലക്ഷങ്ങളായി എന്ന് എനിക്കറിയില്ല. കുഞ്ഞിപ്പാലു കണ്ണി ചോരയില്ലാത്തവനാ. ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. അയാൾക്കത് സ്വന്തമാക്കണം. അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല. യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും, നമ്മൾ നോട്ട് കെട്ടുകളുടെ കണക്ക് പറയും. അതൊരു പോയിന്റിൽ ധാരണയിലെത്തും. പിന്നെ കുഞ്ഞിപ്പാലു നമുക്കയാലൊന്ന് കാണണമല്ലോ സ്വാമി. അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി. അവരത് തുറക്കും. പിന്നെ 4ഓ 5ഓ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, 4-5 തവണ വേണ്ട, ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കണില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട. വരാം. നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് 2 എണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്, ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് വരട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. അയ്യോ, ക്ലീൻ കരോ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ലേ ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി. കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽഡ് ആയിട്ടില്ല. ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല, എന്നാലും. ഇറാനി അയ്യാർക്കാ ശരി ഒന്ന് പണ്ണ് തിരുപ്പി കൂപ്പിട சொல்லு. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി തെരിയുമോ അവർക്ക്? ഇറാനി ഞാൻ ഈ പറഞ്ഞതൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ.
ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ല റെസ്പെക്ട് വേണം. സലാം ഉസ്താദ്. റാണി കൈസേ ഹൈ ബേട്ടാ? ഫൈൻ, ഹാപ്പി. വെരി ഗുഡ്. പരമേശ്വരൻ, പരമേശ്വര, അല്ല ഇത് എന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. എടോ, ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. ഓടോ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്. അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. വാട്ട് ബ്ലഡി കഞ്ഞിപ്പാലു. ഉസ്താദ്. ഹലോ ഉസ്താദ്, നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. യൂസഫ് ബായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് കാണുമായിരിക്കും. 2 പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം. മാപ്പാക്കണം. അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്തു. പടച്ചോൻ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളിന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക. അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? നോ. ഇവന്റെ ആളാണ്. ഹലോ, അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാൻ കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. Okay. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടന്മാരുടെ ഡോക്യുമെന്റ് അത് വിട്ടുകൊടുത്തു. പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു. നന്ദന്റെ അച്ഛനെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ടാ പോണേ. അവരുടെ ഹോട്ടൽ അടുത്ത് തന്നെ റീഓപ്പൺ ചെയ്യാനാവും. എന്തൊക്കെയാ എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഓ, വാചകം മതി. പുര നിറഞ്ഞു നിൽക്കുന്ന ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കേട്ടിട്ടുണ്ടോ? നോക്കിക്കോ പപ്പ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നതെന്ന്. പക്ഷെ പപ്പ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം. സമ്മതമല്ലേ? ഗുഡ് ബോയ്. അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് പപ്പ ഈ വീട് വിട്ട് പോവും. വിട്ടുപോവാ? നീ എന്നെ വിട്ടുപോവാൻ പോവാ? പോണല്ലോ ഏട്ടാ. പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ. ചിലപ്പോ തോന്നും നീ വലുതാവണ്ടായിരുന്നു. കുഞ്ഞിപ്പാലുവിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. ഈശ്വര. പലിശ കുഞ്ഞിപ്പാലുവിന് വേണ്ട. മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു തീർത്താ മതി. തീർക്കണം, അതിൽ വീഴ്ച വരുത്തരുത്. ഹോട്ടൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ പിന്നെ പ്രോബ്ലം ഇല്ല. വേണമെങ്കിൽ അയാളെ പലിശ അടക്കം കൊടുക്കാം. നമുക്ക് എന്തിനാ അവന്റെ ഔദാര്യം? കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല, മറ്റു ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ നന്ദന്? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ. അവന്റെയൊക്കെ തണ്ട സമ്പാദിച്ചു എന്നല്ലല്ലോ ഒന്നും. വേണ്ട, ഗിരി ഒന്നും പറയണ്ട. എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ്.
ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ്. കോളിയോടൻ ഗിരി മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെടരുത്. ഹോട്ടൽ നന്ദൻ നോക്കി നടത്തട്ടെ. ഗിരി തൽക്കാലം എല്ലാത്തിൽ നിന്ന് മാറിയിക്ക്. അതാണ് എന്റെ സജഷൻ. ഓ, ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ. ഓർത്തില്ല ഞാൻ. ഇനി ഇയാളും അളിയനും കൂടെ നടത്തല്ല. അത് കാര്യമാക്കണ്ട. വീണ്ടും വലിയൊരു കടക്കിണിയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം കണ്ടില്ല നടിക്കാം. ഉവ്വ്, എല്ലാം പരമേശ്വരൻ പറയും പോലെ.